എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മാർച്ച് മാസം 22-ാം തീയതി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ L2 എമ്പുരാൻ. ചിത്രത്തിൻ്റെ 7ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനും അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ ആദ്യ 6 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള വേൾഡ് വൈഡ് ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്. മലയാളത്തിൻ്റെ ലാലേട്ടൻ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മാർച്ച് മാസം 22-ാം തീയതി കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ L2 എമ്പുരാൻ. മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയും അതുപോലെ തന്നെ ഒരുപാട് വിമർശനങ്ങളും വിവാദങ്ങളിലൂടെയും കടന്നുപോയ എമ്പുരാൻ എന്ന സിനിമ നിലവിൽ 7 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ചിത്രത്തിന്റെ ആദ്യ 6 ദിവസത്തെ കേരള വേൾഡ് വൈഡ് ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 6ാം ദിവസമായ ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 8,54 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. ഇതോടെ എമ്പുരാൻ എന്ന സിനിമ ആദ്യ 6 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 61,62 ലക്ഷത്തിലേക്ക് ചിത്രം ആദ്യ 6 ദിവസം കൊണ്ട് തന്നെ എത്തപ്പെട്ടിരിക്കുകയാണ്. 7ാം ദിവസമായ ഇന്നു മുതൽ ചിത്രത്തിന്റെ റീസെൻസർ ചെയ്തിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ള വേർഷനായിരിക്കും ഇന്നു മുതൽ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. എന്നിട്ട് പോലും ചിത്രത്തിന്റെ ബുക്കിംഗ് എല്ലാം തന്നെ നോക്കുമ്പോൾ ചിത്രത്തിന് ഗംഭീരമായിട്ട് ബുക്കിംഗ് തന്നെയാണ് ബുക്ക് മൈ ഷോയിലടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ 6 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ മാത്രം ഏകദേശം 18 കോടിയോളം രൂപയാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ചിത്രം ആദ്യ 6 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 220 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി വെറും 22 കോടി രൂപ മാത്രം മതി മലയാളത്തിന്റെ എക്കാലത്തെയും ഇൻഡസ്ട്രി ഹിറ്റായ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ 242 കോടി എന്ന കളക്ഷൻ എമ്പുരാന് മറികടക്കാൻ. അത് ഇന്നത്തെ വേൾഡ് വൈഡ് കളക്ഷനോടെ തന്നെ ചിത്രം മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ 7ാം ദിവസമായ ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ഇന്ന് വൈകിട്ടോടെ പുറത്തുനിന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം 5 കോടിയിലേക്ക് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ എത്തപ്പെട്ടിരുന്നു. അപ്പോൾ ഇന്ന് വൈകിട്ടോടെ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ ഏകദേശം 6,50 ലക്ഷം 7 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടുന്നതാണ്. ആദ്യ 6 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 61,62 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ഇന്നത്തെ കളക്ഷനോടെ ചിത്രം ആദ്യ 7 ദിവസം കൊണ്ട് 68 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. ഇനി ചിത്രത്തിന്റെ 7ാം ദിവസത്തെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം 19 കോടി റേഞ്ചിലായിരുന്നു. ഇന്നും ചിത്രത്തിന്റെ ഏകദേശം വേൾഡ് വൈഡ് ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 15-16 കോടി റേഞ്ചിലാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കളക്ഷനോടെ ചിത്രത്തിന്റെ ആകെ 7 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ ഏകദേശം 235-236 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നാളത്തെ കളക്ഷനോടെ മഞ്ഞുമൽ ബോയ്സിന്റെ 242 കോടി എന്ന ഇൻഡസ്ട്രി ഹിറ്റ് മറികടക്കുന്നതാണ് എമ്പുരാൻ. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.